ചെനക്കത്തൂർ പൂരത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചിത്രം. ഇതൊരു ചെറിയ ശ്രമമായിരുന്നു. ചെനക്കത്തൂർ പൂരത്തിന്റെ കൂത്തു മുതൽ പൂരം തീരുന്നത് വരെയുള്ള കാഴ്ചകളാണ് 2 മണിക്കൂർ 37 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഒരു വീഡിയോ ചിത്രത്തിൽ ചെറിയ വിവരണങ്ങളോടും കാഴ്ചകളോടും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കാണുവാൻ മാത്രമല്ല നമ്മുടെ പൂരത്തെ മറ്റ് ആളുകൾക്ക് കൂടി കാണിക്കാൻ എന്താണ് നിങ്ങളുടെ പൂരത്തിന് ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുന്നവരുണ്ടാകും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും വലിയ പൂരം നമ്മുടെ എല്ലാം കണക്കിൽ തൃശ്ശൂർ പൂരം തന്നെയാണ്. പക്ഷെ തൃശ്ശൂർ പൂരത്തേക്കാൾ കൂടുതൽ കാഴ്ചകൾ കൊണ്ട്, ആചാരങ്ങൾ കൊണ്ട്, അതിന്റെ തനിമ കൊണ്ട് വളരെ സമ്പന്നമായ ഒരു കാഴ്ചയാണ്, ഒരു പൂരമാണ് ചെനക്കത്തൂർ പൂരം. ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ഒറ്റപ്പാലത്തിൽ ശ്രീ എം ഹംസയാണ്. പരിചയപ്പെടുത്തലുകളില്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഇന്ന് നമുക്ക് വളരെ അഭിമാനത്തോടെ ലോകപ്രശസ്തൻ എന്ന് തന്നെ വിളിക്കാവുന്ന മജീഷ്യനാണ്. ഞാൻ ലോകപ്രശസ്തൻ എന്ന് പറയാൻ കാരണം നമുക്കറിയാം രാജ്യാന്തര മജീഷ്യന്മാരുടെ അവാർഡ്, മെർലിൻ അവാർഡ്, മജീഷ്യന്മാരുടെ ഓസ്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 2ാമത്തെ ഇന്ത്യക്കാരനായാണ് ഇന്ന് ശ്രീ ഗോപിനാഥ് മുതുകാട് നമ്മളോടൊപ്പം ഉള്ളത്. ജൂണിലാണ് ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നത്. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ നമുക്ക് ഇത്തരമൊരു പരിപാടി പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തോടുകൂടി നമ്മുടെ എല്ലാവരുടെയും സന്തോഷം പങ്കിട്ടുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. DVD ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ പ്രകാശന കർമ്മത്തിൽ പങ്കാളിയാവുന്നത് മലബാർ ദേവസ്വം ബോർഡ് അംഗം നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള അഡ്വക്കേറ്റ് DK ഹരിദാസാണ്. ഹരിയേട്ടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളോടൊപ്പം ചെനക്കത്തൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ നാരായണൻ അവർ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെയും എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മുതുകാടിന്റെ കൈകൊണ്ട് ജോലിയുടെയും ബാബുവിന്റെയും ഇറക്കിയ ഈ ഡോക്യുമെന്ററി ചിത്രം പ്രകാശനം ചെയ്യാൻ ആരാധനായ ഞാൻ ക്ഷണിക്കുകയാണ്. തീർച്ചയായും ഇതൊരു വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാകും. ഇത് നമുക്കൊരു വലിയ നാട്ടിലാകെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ ഗുണകരമാകുന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ സഞ്ചരിക്കുന്നു. ഇത് പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ മുതുകാടിനെ ഞാൻ ആഗ്രഹിക്കുന്നു. DK ഹരിദാസിനെയും എല്ലാവരുടെയും അനുഗ്രഹാശിസുകളോടും ചെനക്കത്തൂർ പൂരത്തിന്റെ CD അല്ലെങ്കിൽ DVD ഔപചാരികമായി പ്രകാശനം ചെയ്യുകയാണ്. ഏറ്റുവാങ്ങാൻ വളരെ സന്തോഷത്തോടെ കുടുംബ സദസ്സാണ് ഇവിടെയുള്ളത്. ജോലി എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം ഹൃദയബന്ധമുള്ള ഒരാളാണ്. നിങ്ങളെ പോലെ തന്നെ ഹൃദയബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ ജോലി ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഒരു DVD, ചെനക്കത്തൂർ പൂരത്തിന്റെ DVD പുറത്തിറക്കുന്നു എന്നറിയുന്നത് വലിയ സന്തോഷമുണ്ട്. ഇത് നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തെ, നമ്മുടെ കേരളത്തിന്റെ ഉത്സവങ്ങളെ, ആചാരങ്ങളെ ഇപ്പോഴാണ് ഒരുപാട് സയന്റിസ്റ്റുകൾ ഉണ്ടാവാം,
അല്ലെങ്കിൽ ചിത്രകാരന്മാരുണ്ടാവാം, അല്ലെങ്കിൽ സംഗീതജ്ഞരുണ്ടാവാം. പക്ഷെ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ഊർജ്ജ പ്രഭാവമുണ്ട് നമ്മുടെ ഭാരതത്തിൽ മാത്രമായി. ഒരു ഊർജ്ജമണ്ഡലം നമുക്കുണ്ട്. ഒരു ഊർജ്ജമണ്ഡലത്താൽ പ്രകമ്പിതമാണ് നമ്മുടെ ഭാരതം എന്നുള്ളത്. ആ ഭാരതത്തിലെ കേരളത്തിൻ്റെ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യുന്നതിൻ്റെ എപ്പോഴും ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ എവിടെയുണ്ട്, മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സൗന്ദര്യം, കേരളത്തിൻ്റെ ഒരു നിറം, കേരളത്തിൻ്റെ ഒരു വർണ്ണക്കാഴ്ചകൾ, ആ കാഴ്ചകൾ എപ്പോഴും പൂരങ്ങളിലൊക്കെയാണ് ഒതുങ്ങി നിൽക്കുന്നത്. ആ കാഴ്ച ഒരു പക്ഷേ ഭാരതത്തിൻ്റെ മറ്റു മേഖലകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് നമ്മുടെ കേരളത്തിൽ മാത്രം അവകാശപ്പെട്ട നമ്മുടെ ഒരു പൈതൃകമാണ്. അപ്പോൾ നമ്മുടെ ദൂരെയുള്ള ആളുകളുടെ മനസ്സിലേക്കാണ് പോകുന്നത്. കാരണം പൂരം കാണണമെങ്കിൽ ഇവിടെ വരുന്നത് കാണണം. പക്ഷേ പൂരത്തിൻ്റെ വീഡിയോ കാസറ്റ് അങ്ങോട്ട് പോകും. ഈ സൗന്ദര്യമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നും പുതിയ മനസ്സുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി മറ്റുള്ള രാജ്യങ്ങളിലും മറ്റുള്ള മേഖലകളിലും താമസിക്കുന്ന ആളുകൾ, മലയാള ഭാഷ സംസാരിക്കുന്ന ആളുകൾ, മലയാള ഭാഷ സംസാരിക്കാത്ത ആളുകൾ അവരുടെ മനസ്സിലേക്ക്, കണ്ണിലൂടെ, ഹൃദയത്തിലേക്ക് ഇറക്കി ചെല്ലാൻ വേണ്ടി ഈ വീഡിയോ കാസറ്റ് തീർച്ചയായിട്ടും ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു പൂരക്കാഴ്ചകൾ ഒരുപാട് ആളുകളുടെ മനസ്സിലേക്ക്, ഒരുപാട് ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ജ്യോതിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ആതിരയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ, എല്ലാ ആളുകൾക്കും, വീഡിയോ കൈകാര്യം ചെയ്ത ബാബുവാണ്, ജയരാജും അതുപോലെ തന്നെ ഫിറോസിൻ്റെ സ്ക്രിപ്റ്റാണ്, അത് ബാബുവാണ്, ജയരാജ് സ്ക്രിപ്റ്റാണ്, അനൗൺസ് ചെയ്തവരാണ്. അപ്പം അങ്ങനെയുള്ളൊരു വളരെ വിപുലമായിട്ടുള്ള ഈ ഒരു സംരംഭം നമ്മുടെ ഒറ്റപ്പാലത്ത് നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു. അത് ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പിന്തുണ അതിനുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ പൈതൃകം എന്ന് പറയുന്ന സാധനം അതുകൊണ്ട് പൂരം മുഴുവൻ കാണാനും മറ്റു അതുമാതിരിയുള്ള പഴയ ആചാരങ്ങൾ അത് നിലനിർത്തും എല്ലാവർക്കും. പിന്നെ പുതുകാരനോട് ഞാൻ ചോദിച്ചു, മെയ് 14 അധ്യക്ഷൻ കൂടെ ഈ ഭക്തനാണ് ഇതിന്റെ ചിത്രീകരണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് നമുക്ക് വേണ്ടി സഹായം ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ അത് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു. ഇതിൽ എന്നോട് എത്തിച്ചേർന്ന എല്ലാവർക്കും, ഇതിനുവേണ്ടി സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.